കാത്തിരിക്കുമീ ദാസരിൽ ദിവ്യദാനങ്ങളേടുമേകുവാൻ നീ വരൂ. പാവനാത്മനെ കാത്തിരിക്കുമീ ദാസരിൽ ദിവ്യദാനങ്ങളേടുമേകുവാൻ നീ വരൂ. വരമായ ആത്മദാനമാ, ഫലമായ ജീവശക്തിയാ, അലിവായ ആത്മദാഹമാ, നിറയൂ ദാസരിൽ വരൂ. പാവനാത്മനെ കാത്തിരിക്കുമീ ദാസരിൽ ദിവ്യദാനങ്ങളേടുമേകുവാൻ നീ വരൂ. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദരങ്ങളെ, നമ്മൾ വലിയൊരു തിരുനാളിന് ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്, പരിശുദ്ധാത്മാവിൻ്റെ തിരുനാളിന്. സ്ലീഹന്മാരുടെ മേൽ പരിശുദ്ധാത്മാവ് വന്നു വസിച്ച് സഭ ഈ ലോകത്ത് ജന്മം കൊണ്ട ദിനമാണ് പെന്തക്കോസ്താ തിരുനാൾ. നമ്മുടെ അമ്മയായ തിരുസഭയുടെ ജനന തിരുനാളാണ്. പരിശുദ്ധാത്മാവിൻ്റെ നവമായ അഭിഷേകങ്ങൾ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഉണ്ടാകുവാൻ പ്രാർത്ഥിച്ച് കാത്തിരിക്കേണ്ട ദിവസങ്ങളാണിത്. അതോടൊപ്പം പരിശുദ്ധാത്മാവിന് പ്രത്യേകമാം വിധത്തിൽ സ്തുതിയും ആരാധനയും നന്ദിയും നമ്മൾ ഒരുമിച്ച് അർപ്പിക്കേണ്ട ദിനങ്ങൾ കൂടെയാണിത്. ഈ 9 ദിവസത്തെ നൊവേനയിലേക്ക് പ്രിയ സഹോദരങ്ങളെ, നിങ്ങളെ എല്ലാവരെയും ഞാൻ ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. ഈ 9 ദിനങ്ങൾ നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തി ജീവിതത്തിൻ്റെ നവീകരണത്തിൻ്റെയും വിശുദ്ധീകരണത്തിൻ്റെയും ദിനങ്ങളാക്കി പരിശുദ്ധാത്മാവ് മാറ്റട്ടെ. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രാപിക്കാൻ ആഗ്രഹിക്കുന്ന പുതിയ അഭിഷേകങ്ങളെ സമർപ്പിച്ചുകൊണ്ട് നിയോഗം വെച്ച് നമുക്ക് ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കാം. അതോടൊപ്പം തന്നെ നമ്മുടെ കുടുംബങ്ങൾക്ക് വേണ്ടി, നമ്മുടെ കുടുംബങ്ങൾ പ്രാപിക്കാൻ ദൈവം ആഗ്രഹിക്കുന്ന കൃപാവരങ്ങളുണ്ട്. ആ കൃപാവരങ്ങളെ സമർപ്പിച്ച് നമുക്ക് ഈ നൊവേന പ്രാർത്ഥനയിൽ പങ്കെടുക്കാൻ സാധിക്കട്ടെ. അതുപോലെ നാം ആയിരിക്കുന്ന നമ്മുടെ സഭ പ്രാപിക്കേണ്ട പുതിയ അഭിഷേകങ്ങളും പുതിയ ശക്തിയുമുണ്ട്. ആദിമസഭയിൽ എന്നതുപോലെ മാത്രമല്ല, ഈ കാലഘട്ടത്തിൽ സഭ നേരിടുന്ന വെല്ലുവിളികൾക്ക് വേണ്ടി പുതിയ അഭിഷേകങ്ങൾ സഭ പ്രാപിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ആദ്യ പെന്തക്കോസ്തായുടെ അനുഭവം വീണ്ടും സഭയ്ക്ക് നൽകണമേ എന്ന് മാത്രം പ്രാർത്ഥിച്ചാൽ പോരാ. ഈ കാലഘട്ടത്തിൽ യുഗാന്തത്തിലേക്ക് തീർത്ഥയാത്ര ചെയ്യുന്ന നമ്മുടെ സഭയ്ക്ക് ആവശ്യമായ പുതിയ അഭിഷേകങ്ങൾ നൽകാൻ പരിശുദ്ധാത്മാവിന് സാധിക്കും. ആകയാൽ നാം പ്രാർത്ഥിക്കേണ്ടത് ഈ കാലഘട്ടത്തിൽ സഭയ്ക്ക് ആവശ്യമായ നവമായ അഭിഷേകങ്ങൾ നൽകി സഭയെ അനുഗ്രഹിക്കണമേ എന്നാണ് നാം പ്രാർത്ഥിക്കേണ്ടത്. അതോടൊപ്പം എല്ലാ ലോകരാജ്യങ്ങൾക്കും വേണ്ടിയും രാഷ്ട്ര നേതാക്കന്മാർക്ക് വേണ്ടിയും നാം പ്രത്യേകം പ്രാർത്ഥിക്കണം. പരിശുദ്ധാത്മാവാണ് പ്രപഞ്ചത്തെ നവീകരിക്കുന്നവൻ, ലോകത്തെ വിശുദ്ധീകരിക്കുന്നവൻ. ആകയാൽ ഈ പ്രപഞ്ചത്തെ മുഴുവൻ നവീകരിക്കണമേ, ലോകത്തെ വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടായിരിക്കട്ടെ നാം ഈ 9 ദിവസങ്ങൾ പ്രാർത്ഥനയിൽ പങ്കുചേരുന്നത്. ആകയാൽ പ്രിയപ്പെട്ടവരെ, ഈ 4 വിധത്തിലുള്ള നിയോഗങ്ങൾ ഈ നൊവേനയ്ക്കായിട്ട് നമുക്ക് സമർപ്പിക്കാനിടയാകട്ടെ. 1, നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ആവശ്യമായ വിശുദ്ധീകരണത്തിൻ്റെ തലങ്ങൾ. 2, നമ്മുടെ കുടുംബങ്ങൾ പ്രാപിക്കേണ്ട വിശുദ്ധീകരണത്തിൻ്റെ മേഖലകൾ. 3, നമ്മുടെ സഭ പ്രാപിക്കേണ്ട പുതിയ അഭിഷേകത്തിൻ്റെ തലങ്ങൾ. 4, ഈ പ്രപഞ്ചവും ലോകം മുഴുവനും പരിശുദ്ധാത്മ കൃപാവരത്തിൽ നിറയപ്പെടാൻ വേണ്ടി. ഈ വിധ നിയോഗങ്ങൾ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ഈ നൊവേനയിൽ പങ്കെടുക്കാനായിട്ട് ഇടയാകട്ടെ. പരിശുദ്ധ ത്രിത്വത്തിലെ 3ാമത്തെ ആളായ പരിശുദ്ധാത്മാവിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് നമുക്ക് ഇന്നേ ദിവസം അല്പം ധ്യാനിക്കാം. പ്രപഞ്ച സൃഷ്ടി നടന്നത് പരിശുദ്ധാത്മ ശക്തിയാലാണ്. ദൈവത്തിൻ്റെ ചൈതന്യം വെള്ളത്തിനു മീതെ ചലിച്ചുകൊണ്ടിരുന്നു എന്ന് നമ്മൾ ഉൽപ്പത്തി ഗ്രന്ഥത്തിൽ വായിക്കുന്നുണ്ട്. ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിയുടെ ശക്തി കാരണമായി വർത്തിച്ചത് പരിശുദ്ധാത്മാവാണ്. പ്രവാചകന്മാർ പ്രവചിച്ചതും രാജാക്കന്മാർ അഭിഷേകം പ്രാപിച്ചതും പുരോഹിതന്മാർ ജീവിതത്തിൽ സ്വായത്തമാക്കിയതും ജ്ഞാനികൾ പ്രബോധനം നൽകിയതും പരിശുദ്ധാത്മ അഭിഷേകത്തിൽ നിറഞ്ഞു നിന്നുകൊണ്ടാണ്. പെന്തക്കോസ്താ ദിനത്തിൽ പരിശുദ്ധാത്മാവ് ആഗതനായതോടുകൂടെയാണ് തിരുസഭ ജന്മം കൊണ്ടത്. സഭയിൽ നാം വിശ്വസിക്കുകയും പ്രഘോഷിക്കുകയും ചെയ്യുന്ന ദൈവവചനം എഴുതപ്പെട്ടത്
പരിശുദ്ധാത്മാവിനാൽ പ്രചോദിതമായിട്ടാണ്. സഭാ പാരമ്പര്യവും സഭാപിതാക്കന്മാരുടെ പഠനങ്ങളും പരിശുദ്ധാത്മാവിൻ്റെ പ്രചോദനത്താൽ രൂപപ്പെട്ടതാണ്. സഭയുടെ കൗൺസിലുകളും സഭയുടെ ഔദ്യോഗിക പ്രബോധനങ്ങളും പരിശുദ്ധാത്മാവിനാൽ പ്രചോദിതമായി നൽകപ്പെട്ടതാണ്. ഓരോ വിശ്വാസിയും ജനിക്കുന്നത് പരിശുദ്ധാത്മാവിനാൽ സ്നാനപ്പെട്ടുകൊണ്ടാണ്. ആരാധനാക്രമത്തിലൂടെയും കൂദാശകളിലൂടെയും ഓരോ വിശ്വാസിയും ദൈവൈക്യത്തിലേക്ക് പ്രവേശിക്കുന്നത് പരിശുദ്ധാത്മാവിനാലാണ്. സഭയിൽ വിശ്വാസികളുടെ ഐക്യം സാധ്യമാക്കി തീർക്കുന്നത് പരിശുദ്ധാത്മാവാണ്. ഐക്യത്തിൻ്റെ ഘടകം പരിശുദ്ധാത്മാവാണ്. വിവിധ ശുശ്രൂഷകളും വരദാനങ്ങളും വഴി സഭയെ പടുത്തുയർത്തുന്നതും പരിശുദ്ധാത്മാവ് തന്നെയാണ്. ഇതേ പരിശുദ്ധാത്മാവ് തന്നെയാണ് പ്രേഷിത പ്രവർത്തനത്തിൻ്റെ ശക്തി കേന്ദ്രമായി നിലകൊള്ളുന്നത്. രക്തസാക്ഷികൾക്ക് ധീരത പ്രദാനം ചെയ്യുന്നതും പീഡനങ്ങളിലായിരിക്കുന്ന ക്രൈസ്തവർക്ക് ശക്തി പ്രദാനം ചെയ്യുന്നതും പരിശുദ്ധാത്മാവ് തന്നെയാണ്. ക്രിസ്തീയ ജീവിതം സ്നേഹത്തിൽ പടുത്തുയർത്തി ത്രിത്വത്തോട് ഐക്യപ്പെടുത്തി പുണ്യപൂർണതയിൽ നിത്യതയിലേക്ക് നമ്മെ നയിക്കുന്നതും പരിശുദ്ധാത്മാവ് തന്നെയാണ്. വചനത്തിൻ്റെ ഉൾപ്പൊരുളുകൾ നമുക്ക് പറഞ്ഞു തരുന്നതും നിത്യസത്യങ്ങളെക്കുറിച്ച് നമ്മെ പഠിപ്പിക്കുന്നതും പരിശുദ്ധാത്മാവ് തന്നെയാണ്. ആകയാൽ പ്രിയ സഹോദരങ്ങളെ, പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ എത്രയും കേന്ദ്ര സ്ഥാനത്ത് ആയിരിക്കുകയാണ്. ഈ പരിശുദ്ധാത്മാവിനു വേണ്ടി ദാഹിച്ചു പ്രാർത്ഥിക്കുകയും ഈ പരിശുദ്ധാത്മാവിനു വേണ്ടി തീവ്രമായി അഭിലഷിക്കുകയും ചെയ്യുകയാണ് നാം ചെയ്യേണ്ടത്. തുടർന്നുള്ള ഈ 9 ദിവസങ്ങൾ പ്രത്യേകമായി പരിശുദ്ധാത്മാവിന് പ്രതിഷ്ഠിതമായി പരിശുദ്ധാത്മാവിനെ സ്തുതിച്ചാരാധിക്കാനും പരിശുദ്ധാത്മാവിന് ജീവിതം സമർപ്പിക്കാനും പരിശുദ്ധാത്മാവിന് വേണ്ടി ദാഹിച്ച് പ്രാർത്ഥിക്കാനും നമുക്ക് ഓരോരുത്തർക്കും ഇടയാകട്ടെ. ഏതാനും ചില വചനഭാഗങ്ങൾ നാം ധ്യാനിക്കുകയാണ്. അപ്പസ്തോല പ്രവർത്തനം 1-ാം അധ്യായം 4-ാം തിരുവചനം നാം ഇങ്ങനെ വായിക്കുന്നു: നിങ്ങൾ എന്നിൽ നിന്ന് കേട്ട പിതാവിൻ്റെ വാഗ്ദാനം കാത്തിരിക്കുവിൻ. പരിശുദ്ധാത്മാവിന് വേണ്ടി നമ്മൾ ഒരുങ്ങി കാത്തിരിക്കേണ്ടതുണ്ട് എന്ന് ഈശോ നമുക്ക് വെളിപ്പെടുത്തി തരികയാണ്. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം 10-ാം തിരുവചനത്തിൽ ഈശോ സമരിയാക്കാരി സ്ത്രീയോട് പറയുന്നുണ്ട്, ദൈവത്തിൻ്റെ ദാനം എന്തെന്നും നിന്നോട് കുടിക്കാൻ തരിക എന്നത് ആവശ്യപ്പെട്ടത് ആരെന്നും നീ അറിഞ്ഞിരുന്നെങ്കിൽ നീ അവനോട് ചോദിക്കുകയും അവൻ നിനക്ക് ജീവജലം തരികയും ചെയ്യുമായിരുന്നു. അപ്പോൾ നാം ഈശോയോട് ചോദിച്ച് വാങ്ങേണ്ടതാണ് ഈ ജീവജലമാകുന്ന പരിശുദ്ധാത്മാവിനെ. തീവ്രമായി ഈശോയോട് ചോദിക്കണം, എൻ്റെ ഈശോയെ പരിശുദ്ധാത്മാവിനെ എനിക്ക് തരണമേ എന്ന്. കാരണം ഉത്ഥാനം ചെയ്ത കർത്താവിൻ്റെ സമ്മാനമാണ് പരിശുദ്ധാത്മാവ്. പിതാവിൻ്റെ സമ്മാനമാണ് പരിശുദ്ധാത്മാവ്. ഉത്ഥിതനായ കർത്താവ് നമുക്ക് നൽകുന്ന സമ്മാനമാണ് പരിശുദ്ധാത്മാവ്. ആകയാൽ ഈ പരിശുദ്ധാത്മാവിനു വേണ്ടി കാത്തിരിക്കുകയും നിരന്തരം യാചിക്കുകയും ചെയ്യേണ്ടതുണ്ട്. വീണ്ടും യോഹന്നാന്റെ സുവിശേഷം 7:37 ഈശോ ദേവാലയത്തിൽ നിന്നുകൊണ്ട് ഇങ്ങനെ പ്രഖ്യാപിക്കുന്നതായി കാണുന്നു: ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ അവൻ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ നമ്മൾ ദാഹാർത്തരായി ഈശോയുടെ അടുക്കലേക്ക് ചെല്ലണം. അപ്പോഴാണ് ഈശോ നമ്മുടെ ജീവിതത്തിന് ആവശ്യമായ പരിശുദ്ധാത്മാവിനെ നൽകുന്നതിനെക്കുറിച്ചും ഈശോ പറയുന്നുണ്ട്. എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഹൃദയത്തിൽ നിന്ന് വിശുദ്ധ ലിഖിതം പ്രസ്താവിക്കുന്നത് പോലെ ജീവജലത്തിൻ്റെ അരുവികൾ ഒഴുകും. ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ അവൻ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ, ഞാൻ അവൻ്റെ ദാഹം ശമിപ്പിക്കുമെന്നല്ല ഈശോ പറഞ്ഞത്. മറിച്ച് അവൻ്റെ ഹൃദയത്തിൽ നിന്ന് ജീവജലത്തിൻ്റെ അരുവികൾ ഒഴുകും എന്നാണ്. അതായത് വിശ്വാസി തന്നെ ജീവജലത്തിൻ്റെ ഉറവയായ പരിശുദ്ധാത്മാവിനെ പ്രദാനം ചെയ്യുന്നവനായി മാറും. ഞാൻ തന്നെ മറ്റുള്ളവരുടെ ദാഹം ശമിപ്പിക്കുന്നവനായി തീരും. ഇതാണ് ഈശോ നമുക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുന്ന വ്യക്തി മറ്റുള്ളവരുടെ ദാഹം ശമിപ്പിച്ച് അവർക്ക് പരിശുദ്ധാത്മാവിനെ കൊടുക്കുന്ന വ്യക്തിയായി തീരുമെന്നർത്ഥം. എൻ്റെ ഹൃദയം ജീവജലത്തിൻ്റെ ഉറവയുള്ള ഹൃദയമായി തീരും എന്നർത്ഥം. ഇതാണ് ഈശോ നമുക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. വെളിപാട് ഗ്രന്ഥം 22:17 നാം ഇങ്ങനെ വായിക്കുന്നു: ദാഹിക്കുന്നവൻ വരട്ടെ,
ആഗ്രഹമുള്ളവൻ ജീവന്റെ ജലം സൗജന്യമായി കുടിക്കട്ടെ. സൗജന്യമായി നമുക്ക് പരിശുദ്ധാത്മാവിനെ ദൈവം തരികയാണ്. പക്ഷെ നാം അതിനുവേണ്ടി തീവ്രമായി ആഗ്രഹിക്കണം, ദാഹിക്കണം. ഈ നൊവേനയുടെ 1-ാം ദിവസം നമ്മൾ തീവ്രമായി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ് പരിശുദ്ധാത്മാവിൻ്റെ നിറവിന് വേണ്ടി. മാത്രവുമല്ല, നാം പരിശുദ്ധാത്മാവിന് വേണ്ടി ആഗ്രഹിക്കണമെങ്കിൽ തന്നെയും പരിശുദ്ധാത്മാവിൻ്റെ സഹായം നമുക്ക് ആവശ്യമാണ്. ആകയാൽ പരിശുദ്ധാത്മാവിൻ്റെ സഹായം തേടിക്കൊണ്ട് പരിശുദ്ധാത്മാവിന് വേണ്ടി ദാഹിക്കാനുള്ള കൃപാവരമാണ് നമുക്ക് ലഭിക്കേണ്ടത്. ഇപ്രകാരം നാം ദാഹിച്ച് പ്രാർത്ഥിച്ചാൽ നമുക്ക് പരിശുദ്ധാത്മാവിനെ ഈശോ തരുന്നത് അളവില്ലാതെ സമൃദ്ധമായിട്ടാണ്. തിരുവചനം അത് സാക്ഷിക്കുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 3:33 നമ്മൾ കാണുന്നു, ദൈവം ആത്മാവിനെ അളന്നല്ല നൽകുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അളവില്ലാതെ സമൃദ്ധമായി നമുക്ക് പരിശുദ്ധാത്മാവിനെ നൽകാൻ ദൈവം തിരുമനസ്സായിരിക്കുകയാണ്. വീണ്ടും ലൂക്ക 11:13 ഈശോ പറയുന്നുണ്ട്, മക്കൾക്ക് നല്ല ദാനങ്ങൾ നൽകണമെന്ന് ദുഷ്ടരായ നിങ്ങൾക്കറിയാമെങ്കിൽ തന്നോട് ചോദിക്കുന്നവർക്ക് എത്ര അധികമായി അവിടുന്ന് പരിശുദ്ധാത്മാവിനെ നൽകയില്ല എന്ന്. അപ്പോൾ പരിശുദ്ധാത്മാവിനെ അധികമായി നൽകുന്നവനാണ് നമ്മുടെ നല്ല ദൈവം. ഈ ഒരു വലിയ വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം ഈ ദിവസങ്ങളിൽ ആത്മാവിനെ ലഭിക്കാൻ. അതുപോലെയാണ് റോമാലേഖനത്തിൽ നമ്മൾ കാണുന്നത്. റോമാലേഖനം 5-ാം അധ്യായം 5-ാം തിരുവചനത്തിൽ പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നു. നമ്മുടെ ഹൃദയങ്ങളിലേക്ക് അല്പാൽപമായി നൽകപ്പെട്ടിരിക്കുന്നു എന്നല്ല, നമ്മുടെ ഹൃദയങ്ങളിലേക്ക് കോരിച്ചൊരിയപ്പെട്ടിരിക്കുകയാണ് പരിശുദ്ധാത്മാവ്. ആകയാൽ പരിശുദ്ധാത്മാവിനെ സമൃദ്ധമായി നൽകുന്നവനാണ് നമ്മുടെ നല്ല ദൈവം. മത്തായി സുവിശേഷം 7-ാം അധ്യായം 12-ാം തിരുവചനം നാം ഇങ്ങനെ വായിക്കുന്നു, സ്വർഗസ്ഥനായ പിതാവ് തന്നോട് ചോദിക്കുന്നവർക്ക് എത്ര അധികമായി നന്മകൾ നൽകയില്ല. അധികമായി നന്മകൾ നൽകുകയാണ്. അതായത് നമ്മൾ ചോദിക്കുന്ന കേവലങ്ങളായ ഭൗതിക കാര്യങ്ങൾ മാത്രമല്ല ദൈവത്തിന് തരാൻ പറ്റുന്നത്. ദൈവം തന്നെ ദൈവത്തെ നമുക്ക് ദാനമായി നൽകുകയാണ്. ദൈവം ദൈവത്തെ ദാനമായി നൽകുന്ന 2 വിധമാണ് പുത്രനും പരിശുദ്ധാത്മാവും. പുത്രനിലൂടെ സ്വയം ദാനമായി നൽകിയ ദൈവം വീണ്ടും പരിശുദ്ധാത്മാവിലൂടെ തന്നെ നമുക്ക് ദാനമായി നൽകുകയാണ്. ഇങ്ങനെ ദൈവം ദൈവത്തെ ദാനമായി നൽകിയതാണ് പരിശുദ്ധാത്മാവ്. ആകയാൽ പ്രിയപ്പെട്ട മക്കളെ, നമുക്ക് പരിശുദ്ധാത്മാവിനെ കിട്ടണം. പരിശുദ്ധാത്മാവിൻ്റെ ഏതെങ്കിലും അഭിഷേകങ്ങൾ കിട്ടിയാൽ മാത്രം പോരാ. പരിശുദ്ധാത്മാവെന്ന വ്യക്തിയെ തന്നെ എൻ്റെ ജീവിതത്തിൽ കിട്ടണം. എൻ്റെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിനെ ഞാൻ സ്വന്തമാക്കണം. ഈ ഒരു വലിയ ആഗ്രഹത്തോടുകൂടെ ആയിരിക്കണം ഈ 9 ദിവസങ്ങൾ നാം ഈ നൊവേനയിൽ പങ്കെടുക്കുന്നത്. നമുക്ക് നൊവേന പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. പരിശുദ്ധാത്മാവേ വരേണമേ, അങ്ങയുടെ വിശ്വസ്തതയുടെയും സ്നേഹത്തിൻ്റെയും അഗ്നിയാൽ ഞങ്ങളെ ജ്വലിപ്പിക്കണമേ. പിതാവേ, അങ്ങയുടെ വിശ്വസ്തരുടെ ഹൃദയങ്ങളെ അവിടുത്തെ ആത്മാവിൻ്റെ വെളിച്ചത്താൽ നയിക്കുമല്ലോ. അങ്ങേ ആത്മാവിനെ ഞങ്ങൾക്കും നൽകണമേ. അങ്ങേ ദിവ്യപ്രചോദനത്താൽ സത്യത്തെ തിരിച്ചറിയുവാനും നല്ലതു രുചിച്ചറിയുവാനും എപ്പോഴും അങ്ങേ സാന്ത്വനത്തിൻ്റെ പരിമളം അനുഭവിപ്പാനും ഞങ്ങൾക്കിടയാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ഈശോ മിശിഹാ വഴി ഈ പ്രാർത്ഥന ഞങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഞങ്ങളുടെ സ്രഷ്ടാവും പിതാവും സംരക്ഷകനുമായ ദൈവമേ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. അവിടുത്തെ സ്നേഹം ഞങ്ങൾക്ക് വെളിപ്പെടുത്തുവാനായി മനുഷ്യാവതാരം ചെയ്ത ഈശോയെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. ഞങ്ങളുടെ രക്ഷകനും നാഥനുമാണ് ഈശോ എന്ന തിരിച്ചറിവ് ഞങ്ങൾക്ക് നൽകുന്ന പരിശുദ്ധാത്മാവെ, ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ലോകസ്ഥാപനം മുതൽ അങ്ങേ ദിവ്യ സാന്നിധ്യത്താൽ ഭൂമിയുടെ മുഖം നവീകരിച്ചു കൊണ്ടിരിക്കുന്ന പരിശുദ്ധാത്മാവെ, ഞങ്ങൾ അങ്ങയെ മഹത്വപ്പെടുത്തുന്നു. സിഹിയോനൂട്ടുശാലയിൽ ദാഹത്തോടെ കാത്തിരുന്ന പരിശുദ്ധ അമ്മയുടെയും സ്ലിഹന്മാരുടെയും മേലിറങ്ങി വന്ന പരിശുദ്ധാത്മാവെ, ഈ സമൂഹത്തിൻ്റെ മേലും ഇറങ്ങി വരണമേ. ഞങ്ങളുടെ ഹൃദയങ്ങളെ
അങ്ങയുടെ കൃപയാൽ നിറയ്ക്കണമേ. അവിടുത്തെ ആലയമായ ഞങ്ങളുടെ ശരീരത്തെ അങ്ങ് വിശുദ്ധീകരിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും ആത്മാവായ പരിശുദ്ധാത്മാവെ, ദൈവസ്നേഹാനുഭവത്തിലും വിശ്വാസത്തിലും വളരുവാൻ ആവശ്യമായ കൃപ ഞങ്ങൾക്ക് തന്നരുളണമേ. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പന പാലിക്കും. ഞാൻ പിതാവിനോട് അപേക്ഷിക്കുകയും എന്നേക്കും നിങ്ങളോടുകൂടെ ആയിരിക്കാൻ മറ്റൊരു സഹായകനെ അവിടുന്ന് നിങ്ങൾക്ക് തരികയും ചെയ്യും. ഈ സത്യാത്മാവിനെ സ്വീകരിക്കുവാൻ ലോകത്തിന് സാധിക്കുകയില്ല, കാരണം അതവനെ കാണുകയോ അറിയുകയോ ചെയ്യുന്നില്ല. എന്നാൽ നിങ്ങൾ അവനെ അറിയുന്നു, കാരണം അവൻ നിങ്ങളോടൊത്തു വസിക്കുന്നു, നിങ്ങളിൽ ആയിരിക്കുകയും ചെയ്യും. ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല. ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വരും. അല്പസമയം കൂടി കഴിഞ്ഞാൽ പിന്നെ ലോകം എന്നെ കാണുകയില്ല, എന്നാൽ നിങ്ങൾ എന്നെ കാണും. ഞാൻ ജീവിക്കുന്നു, അതിനാൽ നിങ്ങളും ജീവിക്കും. ഞാൻ എൻ്റെ പിതാവിലും നിങ്ങൾ എന്നിലും ഞാൻ നിങ്ങളിലുമാണെന്ന് ആ ദിവസം നിങ്ങൾ അറിയും. എൻ്റെ കൽപ്പനകൾ സ്വീകരിക്കുകയും പാലിക്കുകയും ചെയ്യുന്നവനാണ് എന്നെ സ്നേഹിക്കുന്നത്. എന്നെ സ്നേഹിക്കുന്നവനെ എൻ്റെ പിതാവും സ്നേഹിക്കും. ഞാനും അവനെ സ്നേഹിക്കുകയും എന്നെ അവന് വെളിപ്പെടുത്തുകയും ചെയ്യും. യൂദാസ് കറിയോത്തയല്ല അവനോട് പറഞ്ഞു, കർത്താവെ, നീ നിന്നെ ഞങ്ങൾക്ക് വെളിപ്പെടുത്താൻ പോകുന്നു, എന്നാൽ ലോകത്തിന് വെളിപ്പെടുത്തുകയില്ല എന്ന് പറഞ്ഞതെന്താണ്? യേശു പ്രതിവചിച്ചു, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പാലിക്കും. അപ്പോൾ എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കുകയും ഞങ്ങൾ അവൻ്റെ അടുത്തു വന്ന് അവനിൽ വാസമുറപ്പിക്കുകയും ചെയ്യും. എന്നെ സ്നേഹിക്കാത്തവനോ എൻ്റെ വചനങ്ങൾ പാലിക്കുന്നില്ല. നിങ്ങൾ ശ്രവിക്കുന്ന ഈ വചനം എൻ്റേതല്ല, എന്നെ അയച്ച പിതാവിൻ്റേതാണ്. നിങ്ങളോടുകൂടെ ആയിരിക്കുമ്പോൾ തന്നെ ഇത് ഞാൻ നിങ്ങളോട് പറഞ്ഞിരിക്കുന്നു. എന്നാൽ എൻ്റെ നാമത്തിൽ പിതാവ് അയക്കുന്ന സഹായകനായ പരിശുദ്ധാത്മാവ് എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കുകയും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതെല്ലാം നിങ്ങളെ അനുസ്മരിപ്പിക്കുകയും ചെയ്യും. നമുക്കെല്ലാവർക്കും വിശ്വാസത്തോടും പ്രത്യാശയോടും കൂടെ ജ്ഞാനത്തിൻ്റെ ഉറവിടമായ പരിശുദ്ധാത്മാവെ ഞങ്ങളിൽ വന്നു നിറയണമേ എന്ന് പ്രാർത്ഥിക്കാം. പന്തക്കുസ്താ തിരുനാളിൽ ശ്ലീഹന്മാരുടെ മേലിറങ്ങി വന്ന് തന്റെ ദാനങ്ങളാൽ അവരെ ശക്തിപ്പെടുത്തിയ പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, അങ്ങേ ശക്തിയാൽ ഞങ്ങൾ വിശ്വാസത്തിൽ ആഴപ്പെടുന്നതിനും ലോകം മുഴുവൻ യേശുവിന് സാക്ഷികളാകുവാനുമായി പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ഞങ്ങൾക്ക് ബോധ്യമുണ്ടാകുന്നതിനും അന്ധകാരം നിറഞ്ഞ ഈ ലോകത്തിൽ ദൈവനീതിയിലും വിശ്വസ്തതയിലും ജീവിക്കുന്നതിനുമായി ഞങ്ങൾ പരിശുദ്ധാത്മാവിനോട് ചേർന്ന് വിശുദ്ധ ജീവിതം നയിക്കുവാൻ നിശബ്ദമായി നമ്മുടെ വ്യക്തിപരമായ നിയോഗങ്ങൾ നമുക്ക് ദൈവതിരുസന്നിധിയിൽ സമർപ്പിക്കാം. ഓ ദൈവമേ, അങ്ങേ പരിശുദ്ധ സ്നേഹം കൊണ്ട് അങ്ങ് ഞങ്ങളുടെ ഹൃദയങ്ങളെ നിറച്ചുവല്ലോ. അങ്ങ് ഞങ്ങൾക്കായി നൽകുന്നതും ചെയ്യുന്നതുമായ അനുഗ്രഹങ്ങളോർത്ത് നിരന്തരം അങ്ങേ ആത്മാർത്ഥമായി സ്നേഹിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. അങ്ങ് ദാനമായി നൽകിയ ഈ ജീവിതത്തിൽ ഞങ്ങളുടെ കർത്താവും ഗുരുവും സ്നേഹിതനുമായ ഈശോയെപ്പോലെ ചുറ്റുമുള്ളവരെയെല്ലാം നിസ്വാർത്ഥമായി സ്നേഹിക്കുവാനും അവരുടെ ആവശ്യങ്ങളിലെല്ലാം അവരെ സഹായിക്കുന്നതിൽ സന്തോഷം കണ്ടെത്തുവാനും ഞങ്ങളെ സഹായിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ, നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.